മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അട്ടിമറി നീക്കങ്ങളും നാടകീയ നീക്കങ്ങളും NCP പിളർത്തി അജിത് പവാർ ബിജെപിക്കൊപ്പം ചേർന്നിരിക്കുന്നു. 30 MLA-മാരെയാണ് മറുകണ്ഠം ചാടിച്ചെന്ന് അജിത് പവാറിന്റെ അവകാശവാദം. പവാർ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്തു. ഈ നീക്കം അറിയാത്തതായിരുന്നു എന്നുള്ള പ്രതികരണം ശരത് പവാറിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. അജിത് പവാറിനൊപ്പം 8 MLA-മാരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഷിൻഡെ പക്ഷത്തിലെ 4 പേരും മന്ത്രിസഭയിലേക്ക് എത്തി. ഏതായാലും കൂടുതൽ പേർ തനിക്കൊപ്പം വരുമെന്നുള്ള അവകാശവാദം അജിത് പവാറിനുണ്ട്. MG മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, മഹാരാഷ്ട്ര സംബന്ധിച്ചിടത്തോളം, മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സാഹചര്യം സംബന്ധിച്ചിടത്തോളം പരിപൂർണമായിട്ട് അപ്രതീക്ഷിത നീക്കം എന്ന് വിലയിരുത്തേണ്ട ആവശ്യമുണ്ടോ ഇതിനെ? അജിത് പവാറിന്റെ അസംതൃപ്തി അത് NCP എന്ന പാർട്ടിക്കകത്ത് തന്നെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്രയും വലിയൊരു നീക്കത്തിലേക്ക് പവാർ കടക്കുകയുണ്ടായിരുന്നില്ല എന്ന് തന്നെ അണികളും മറ്റുള്ളവരും നേതൃത്വവും കരുതിയിരിക്കുകയായിരുന്നു. അപർണ, തികച്ചും അപ്രതീക്ഷിതമെന്ന് തന്നെ പറയണം അജിത് പവാറിന്റെ ഒരു നീക്കത്തെ. അതായത് രാവിലെ സുപ്രിയ സുലെ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ പങ്കെടുത്തതിനു ശേഷമാണ് 29 MLA-മാരുമായി അദ്ദേഹം രാജ്ഭവനിലേക്ക് പുറപ്പെടുകയും ചെയ്തത്. തികച്ചും അപ്രതീക്ഷിതമായ ഒരു നീക്കം ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന 13 MLA-മാരിൽ 8 പേർ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത BJP ശിവസേന സഖ്യത്തിന്റെ ഷിൻഡെ വിഭാഗ സഖ്യത്തിന്റെ കൂടെ ഭാഗമാവുകയും ചെയ്തു. അങ്ങനെ ഒരു തികച്ചും രാഷ്ട്രീയ തരത്തിൽ നോക്കുമ്പോൾ തന്നെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം BJPക്ക് കൂടുതൽ ശക്തി പകരുന്ന തരത്തിലൊരു തീരുമാനം കൂടിയാണ് BJP സംബന്ധിച്ച് ഇപ്പോൾ ശരത് പവാറിന്റെ കടന്നുവരവോടുകൂടി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, കഴിഞ്ഞ 4 വർഷത്തിനിടെ ഇത് 3-ാം തവണയാണ് ഈ NCPയുടെ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള അജിത് പവാർ ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയാവുന്നത്. അതായത് ആദ്യം ശിവസേന BJP സഖ്യത്തിന് കൂടുതൽ സീറ്റുകൾ ഉണ്ടായിരുന്നു. അന്ന് സർക്കാർ രൂപീകരണ വേളയിൽ ഉപമുഖ്യമന്ത്രിയായി ഇത്തരത്തിൽ അജിത് പവാർ ചുമതലയേൽക്കുന്നു. അതിനുശേഷം പിന്നീട് ആ സഖ്യം വിട്ടതിനു ശേഷം പിന്നീട് മഹാവികാസ് അഘാടി സഖ്യം ഉണ്ടാവുകയും പിന്നീട് ആ ഒരു മന്ത്രിസഭയിലും അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. പിന്നീട് ചില മഹാനാടകങ്ങൾക്കൊക്കെ ശേഷമായിരുന്നു പിന്നീട് വീണ്ടും അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായി ഈ ഒരു രാഷ്ട്രീയ മറുകണ്ഠം ചാടിക്കൊണ്ട് വലിയ ഊന്നൽ നൽകിക്കൊണ്ട്, അതായത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം കൂടുതൽ മേൽക്കേ നിരന്ന തരത്തിലുള്ളൊരു നിലപാട് കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിന് മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയ ഒരു കാര്യം ഇതാണ്: തനിക്കൊപ്പമാണ് യഥാർത്ഥ ശിവസേന ഉള്ളത്. അതുകൊണ്ട് തന്നെ ശിവസേനയുടെ ചിഹ്നത്തിനും പേരിനുമായി താൻ ശക്തിയുക്തം വാദിക്കും. അതിനുവേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. MG മിഥുൻ വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ സ്വർണ്ണ പ്ലാറ്റിന നിരക്കുകൾ. കരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണ്ണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. കരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5405 രൂപ, പവന് 43,240, വെള്ളി ഗ്രാമിന് 76, കിലോയ്ക്ക് 76,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,236 രൂപ. കരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണ്ണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. കരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. പൂർണ്ണമാകുന്നു 4 മണി വാർത്ത. നമസ്കാരം. मी कोणत्याही व्यक्तीला किंवा व्यक्तींना प्रत्यक्षपणे व अप्रत्यक्षपणे कळवणार नाही किंवा त्यांच्याकडे उघड करणार नाही. NCP നേതാവ് അജിത് പവാർ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെച്ചുകൊണ്ട് മിനിറ്റുകൾക്കുള്ളിൽ മഹാരാഷ്ട്രയിൽ ഉപമുഖ്യമന്ത്രിയായി അജിത് പവാർ സ്ഥാനമേറ്റിരിക്കുന്നു. NCPയുടെ മുതിർന്ന നേതാവും ശരത് പവാറിന്റെ അനന്തരവനുമായ അജിത് പവാറും ഒപ്പം 29 NCP MLA-മാരുമാണ് ഇപ്പോൾ മറുകണ്ഠം ചാടിയിരിക്കുന്നത്. അതിൽ അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായി സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. ദേവേന്ദ്ര ഫട്നാവിസിനൊപ്പം അജിത് പവാറും ഇനി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത്. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് വരെ മഹാരാഷ്ട്ര പ്രതിപക്ഷ നേതാവായിരുന്ന അജിത് പവാർ ഇനി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി. പ്രതിപക്ഷ നിരയിൽ നിന്ന് ഭരണപക്ഷത്തെ പ്രധാന സ്ഥാനത്തേക്ക് അജിത് പവാർ മാറുന്നു. ഒപ്പം പ്രതിപക്ഷ നിരയിലിരുന്ന 29 MLA-മാരും അജിത് പവാർ അടക്കം 30 MLA-മാരും ഭരണപക്ഷ നിരയിലേക്ക് മാറുകയാണ്.
മഹാരാഷ്ട്രയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുകയാണ്. രാജ്ഭവനിൽ ഗവർണർ രമേശ് ബിയാസ്, മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ, ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവരാണ് വേദിയിൽ. ഒപ്പം പുതിയ മന്ത്രിസഭയിലേക്ക് ഉപമുഖ്യമന്ത്രിയായി ശരത് പവാറിന്റെ അനന്തരവനും NCP നേതാവുമായ അജിത് പവാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. അദ്ദേഹത്തെ സത്യപ്രതിജ്ഞയ്ക്കായി ക്ഷണിക്കുകയാണ്. अजित अनंतराव पवार गांभीर्यपूर्वक अजित अनंतराव पवार गांभीर्यपूर्वक दृढकथन करतो की कायद्याद्वारे स्थापित झाले आहे अशा भारतीय संविधानाबद्दल मी खरी श्रद्धा व निष्ठा बाळगीन. मी भारताची सार्वभौमता